ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കുന്നത്. PSC ബുള്ളറ്റിലെ കറണ്ട് അഫയേഴ്സ് ആണ്. 2024 കറണ്ട് അഫയേഴ്സ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, 2024 ആബേൽ പുരസ്കാരം, ആബേൽ പുരസ്കാര ജേതാവ്. ആബേൽ പുരസ്കാരം എന്ന് പറഞ്ഞാൽ ഗണിതശാസ്ത്രത്തിലെ നൊബേൽ എന്നറിയപ്പെടുന്ന പുരസ്കാരമാണ് ആബേൽ പുരസ്കാരം. ആബേൽ പുരസ്കാര ജേതാവ് ആരാണ് 2024? മൈക്കൽ തലാഗ്രാൻഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നീ രാജ്യങ്ങൾ നടത്തിയ സംയുക്ത സൈനികാഭ്യാസം. ദോസ്റ്റി 16 ആണ്. മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക. അടുത്ത പ്രഥമ മാധവിക്കുട്ടി പുരസ്കാര ജേതാവ് KR മീരയാണ്. 2023 ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കൾ ആരൊക്കെയാണ്? വിഖ്യാത ഉറുദു കവിയായ ഗുൽസാറും സംസ്കൃത പണ്ഡിതനായ രാം ഭദ്രാചാര്യയുമാണ്. 2022-23 സ്വരാജ് ട്രോഫി പുരസ്കാരങ്ങളാണ്. മികച്ച ജില്ലാ പഞ്ചായത്ത് തിരുവനന്തപുരം ജില്ലാ പഞ്ചായത്താണ്. കോർപ്പറേഷനും തിരുവനന്തപുരമാണ്. മികച്ച കളക്ട്രേറ്റും ഏതാണ്? തിരുവനന്തപുരമാണ്. അപ്പം മികച്ച ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും കളക്ട്രേറ്റും ഏതായിരുന്നു? തിരുവനന്തപുരമാണ്. 2022-23 സ്വരാജ് ട്രോഫി. മികച്ച ജില്ലാ കളക്ടർ ആരായിരുന്നു? ജെറോമിക് ജോർജ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനി. സ്വകാര്യ കമ്പനിയുടെ ആദ്യ പേടകമെന്ന നേട്ടം കൈവരിച്ച ഏതാണ്? ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങുന്ന സ്വകാര്യ കമ്പനി എന്ന നേട്ടം കൈവരിച്ചത് ഒഡീസിയസ് ആണ്. അമേരിക്കയുടെ ഒഡീസിയസ് എന്ന പേടകമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ മലയാറ്റൂർ പുരസ്കാരം സാറാ ജോസഫിൻ്റെ ഏത് കൃതിക്കാണ് കിട്ടിയത്? മലയാറ്റൂർ പുരസ്കാരം എസ്റ്റർ എന്ന നോവലാണ്. സാറാ ജോസഫിൻ്റെ എസ്റ്റർ എന്ന നോവലാണ് മലയാറ്റൂർ പുരസ്കാരം കിട്ടിയത്. യുവ പുരസ്കാരം, മലയാറ്റൂർ യുവ പുരസ്കാരം ലഭിച്ചത് രജനി സുരേഷിനാണ്. രജനി സുരേഷിൻ്റെ വള്ളുവനാടൻ വിഷുക്കൊടുക്ക എന്ന കൃതിക്കാണ് മലയാറ്റൂർ ട്രസ്റ്റിൻ്റെ യുവ പുരസ്കാരം ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം കൊച്ചിയാണ്. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ച AI പ്രോസസ്സർ ഏതാണ്? കൈരളിയാണ്. കൈരളി. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത്. കരസേനയിലെ ആദ്യ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് പ്രീതി രജക്കാണ്. മധ്യപ്രദേശ് സ്വദേശിയാണ് പ്രീതി രജക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ട്രായിയുടെ ചെയർപേഴ്സണായിട്ട് ചുമതല വഹിക്കുന്ന ആരാണ്? അനിൽ കുമാർ ലഹോട്ടിയാണ്. അനിൽ കുമാർ ലഹോട്ടി. ഓക്കെ, താങ്ക് യു ഓൾ.